ത്രിപതിയുടെ അച്ഛൻ ആക്ച്വലി ലൈക്ക് എ പാമ്പറിങ് കൈൻഡ് ആയിരുന്നു. നല്ല ലാളിച്ച് വളർത്തുന്ന ഒരാളായിരുന്നു. പക്ഷേ അവരുടെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അതിന് അവർ റീസൺ പറയുന്നുണ്ട്. ലൈക്ക് ദാറ്റ് ഷീ റെഡ് ഇൻ ദ ചാണക്യ നീതി ദാറ്റ് ഹെർ പാരൻസ് ഷുഡ് ബി എൻവലപ്പ് ദെയർ കിഡ്സ് ഇൻ ലവ് ടിൽ ദേ ആർ അറൌണ്ട് 5 years old സോ ദാറ്റ് ദേ ആർ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ. സോ ചാണക്യനീതി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിലൂടെ ത്രിപതിയുടെ അമ്മ വായിച്ച ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കുട്ടികൾ 5 വയസ്സ് വരെ അവരെ നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് അവരെ സ്റ്റേബിളായി വളരെ സുരക്ഷിതത്വത്തോടു കൂടി അവരെ വളർത്തണം. ഇനി 5 മുതൽ 17 വയസ്സ് 16 വയസ്സ് വരെ അവരുടെ അടുത്ത് ഭയങ്കര ടഫായി നിൽക്കണം. അവരുടെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റായിട്ടും ടഫായിട്ടും നിൽക്കണം. സോ ആ ഒരു ടൈമിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനും അതുപോലെ തന്നെ ഹാർഡ് വർക്കും ചെയ്യാനൊക്കെ തയ്യാറാവുന്നത്. സോ ആ ഒരു സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഒരുപാട് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി 17 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് അവരുടെ ഫ്രണ്ട്സിനെ പോലെ ആവണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവർക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് ഉഷ ത്രിപതിയുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു റൂൾ. അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളോട് പാലിച്ചിരുന്ന ഒരു റൂളാണ്. അമീഷ് ത്രിപതി ബോർഡിംഗ് സ്കൂളിലായിരുന്ന സമയത്ത് ഉഷ ത്രിപതി അവർക്ക് ലെറ്റേഴ്സൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ അമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ബോർഡിംഗ് സ്കൂൾ സമയത്ത് ലെറ്റേഴ്സ് അയച്ചു കൊടുത്തിട്ടും അതിലൂടെയും അവർക്ക് പല കാര്യങ്ങളും പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈ അമ്മ എന്തൊക്കെ പറഞ്ഞാലും നല്ല സ്ട്രിക്റ്റ് പാരൻ്റാണ്, ഒരു ടഫർ പാരൻ്റ് ആണെങ്കിൽ പോലും അമ്മ വളരെ ജനറസ് ആയിരുന്നു. 4 കുട്ടികൾക്കും എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാല് സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ അവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പാലെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് എക്സ്പെൻസീവാണ്. പക്ഷേ എങ്കിൽ പോലും അവർ എല്ലാ ദിവസവും പാല് കുടിച്ചിരുന്നു. കാരണം പാല് കുടിക്കുന്നതാണ് ഏറ്റവും സ്ട്രെങ്ത്ത്. അത് ഇപ്പോഴും അങ്ങനെയാണ്, അപ്പോഴും അങ്ങനെയാണ്, എല്ലായ്പ്പോഴും ഒരേപോലെയാണ്. സോ അവർക്ക് എപ്പോഴും പാല് കൊടുത്തിരുന്നു. പിന്നെ അവർ എത്ര ബട്ടർ കഴിക്കണം, എത്ര സാധനങ്ങൾ കഴിക്കണം എന്നുള്ളതിലൊക്കെ ഓരോ കൺട്രോള് ഈ ഉഷ ത്രിപതി അവരുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ അമീഷ് ത്രിപതിയുടെ അച്ഛൻ്റെ ഒരു കൊളീഗിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുമായിട്ട് ഉഷ ത്രിപതി സൗഹാർദ്ദത്തിലായിട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു പുതിയ റെസിപ്പി പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ബേക്ക്ഡ് ഓബർജൻസ്, അതാണ് അടുത്ത ഡിഷസ്. എന്താണ് ഈ ഓബർജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ ബ്രിഞ്ചാളാണ്, വഴുതനങ്ങയാണ്. സോ വഴുതനങ്ങ ബേക്ക് ചെയ്തിട്ട് ഒരു പ്രത്യേക ഡിഷാണ് അത്. സോ അത് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഡിഷ് ഭയങ്കര ഫേമസായി എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് അവരുടെ വീട്ടിലെല്ലാവർക്കും ഒരുപാടധികം ഇഷ്ടമായി എന്നാണ് പറയുന്നത്. സോ അതിനുശേഷം എല്ലാ ബർത്ത്ഡേക്കും എല്ലാ ഫങ്ഷൻസിനും ഈ ഒരു സാധനം വേണം എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പോൾ അവരുടെ അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് 79 എങ്കിൽ പോലും ഇപ്പോഴും അവരുടെ അമ്മയ്ക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. ചില റെയർ ഒക്കേഷൻസിലെല്ലാം കിച്ചണിൽ കയറിയിട്ട് പാകം ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വെൻ മൈ നെഫ്യൂ വിസിറ്റഡ് ഫ്രം ദ UK ഷീ മെയ്ഡ് ദി കാഡു കി സബ്സി പൂരി ആൻഡ് ബേക്ക്ഡ് ഓബർജിൻസ് ഫോർ ഹിം. സോ ലാസ്റ്റ് ടൈം അവരുടെ ഒരു നെഫ്യൂ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് വന്നതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഈ വയസ്സായിട്ടുള്ള അമ്മ കാഡു കി സബ്സിയും പൂരിയും അതുപോലെ തന്നെ വഴുതനങ്ങ ബേക്ക് ചെയ്തതും എല്ലാം കൊടുക്കുകയുണ്ടായി. ആൻഡ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ലൈൻ അവിടെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ ഓഫ് ഇറ്റ് ഡിസപ്പിയർഡ് ഫ്രം ദ ടേബിൾ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. മേ ബി അതൊരു ക്വസ്റ്റ്യൻ ആവാം, എന്തായിരുന്നു ഡിസപ്പിയർഡ് ആയത്, ഒരു ചിമ്മുന്ന നേരം കൊണ്ട് ഡിസപ്പിയർ ആയത് എന്താണ് എന്ന് നമുക്കൊരു ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൂരിയും കാഡു കി സബ്സിയും ബേക്ക്ഡ് ഓബർജിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടി? നെഫ്യൂ പുറമേ ഒരു രാജ്യത്ത് നിന്ന് വന്നപ്പോൾ. സോ ആ ഒരു സമയത്ത് അതിൻ്റെ അത്രയും ടേസ്റ്റ് കാരണം കൊണ്ട് ആ ഒരു കണ്ണടച്ച് തുറക്കുന്ന നേരത്തിനുള്ളിൽ ഇതെല്ലാം തിന്ന് കാലിയാക്കി എന്നാണ് പറയുന്നത്. സോ അത്രയും ഡെലീഷ്യസ് ആണ് എന്നാണ് പറയണത്. ഇനി അടുത്തത് ഈ കാഡു കി സബ്സിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്, നമുക്കെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു ഡിഷാണ്.
സോ അവരുടെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഈ കാഡു കി സബ്സി എന്ന് പറയുന്നത് ഇതിലെ പംകിൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പംകിൻസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് കൊണ്ട് ഒരുപാട് നിറഞ്ഞതാണ് പംകിൻസ്. സോ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും എന്ന് പറയാറുണ്ട്. സോ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. പംകിൻ 500 ഗ്രാം റെഡ് പംകിൻ ക്യൂബ് പോലെ കട്ട് ചെയ്തത്, അതിൻ്റെ ഒപ്പം ചെറുതായി അതിൻ്റെ തോലും വെച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ എ ലെമൺ സൈസ്ഡ് ബോൾ ഓഫ് ടാമറിൻഡ് സോക്ക്ഡ് ഇൻ വാം വാട്ടർ. നമ്മുടെ പുളി ഒരു ചെറിയൊരു ലെമണിൻ്റെ വട്ടം പോലെ ഒരു ചെറിയൊരു വട്ടത്തിൽ പുളി എടുത്തിട്ട് അതിനെ നമ്മൾ വാം വാട്ടറിലിട്ടിട്ട് അതിൻ്റെ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, അതിൻ്റെ ആ വെള്ളം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. പിന്നെ കടുകെണ്ണ 3 ടേബിൾ സ്പൂൺ എടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ ചില്ലി പൗഡർ, മേത്തി, കസ്തൂരി മേത്തി എന്ന് പറയുന്ന സാധനം, മസ്റ്റാർഡ് സീഡ്സ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ആസ് പെർ പ്രിഫറൻസ് എടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഓഫ് ശർക്കര, ജാഗറി, അതും ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇനി എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം? ആദ്യം നമ്മൾ പാന് ഹീറ്റ് ചെയ്യുക, ഓയിൽ ഒഴിക്കുക, അതിലേക്ക് മേത്തിയും മസ്റ്റാർഡ് സീഡ്സും എല്ലാം ഇടുക. എന്നിട്ട് ടർമറിക്, റെഡ് ചില്ലി പൗഡർ, അതിനുശേഷം നമ്മുടെ പംകിൻസ് ഇട്ടതിന് ശേഷം 5-6 മിനിറ്റുകൾ കവർ ചെയ്ത് കുക്ക് ചെയ്യുക. ഇനി ഈ ഒരു സബ്സിക്ക് വെള്ളമൊന്നും പുറമേ നിന്ന് നമ്മൾ ഒഴിക്കേണ്ടതില്ല. ഈ പംകിൻ അതിൻ്റെ സ്വമേധയാ അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളം ഉപയോഗിച്ച് കുക്ക് ചെയ്ത് വരിക. അങ്ങനെ ഒരു ഹാഫ് കുക്കൊക്കെ ആവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും നമ്മുടെ ശർക്കരയും എല്ലാം ആഡ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം അവസാനം നമ്മുടെ ടാമറിൻഡിൻ്റെ പുളിയുടെ പൾപ്പ്, ആ ഒരു പുളി വെള്ളം ഒഴിച്ച് അനദർ 5 മിനിറ്റ്സിന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സാധനം റെഡിയാവും. സ്വീറ്റ് സോർ സബ്സി ഈസ് ഡെലീഷ്യസ് വിത്ത് പൂരീസ്. സോ ഈ സബ്സി നമുക്ക് പൂരീൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി അടുത്തത് പറയുന്നത് പൻയൂച്ച എന്ന് പറഞ്ഞ അടുത്ത ഒരു റെസിപ്പിയാണ്. പൻയൂച്ച ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഉഴുന്ന് കൊണ്ടാണ്. ഓക്കെ, സോ ഇത് മെയിൻലി കല്യാണത്തിൻ്റെ തലേന്നും അല്ലെങ്കിൽ കല്യാണ ദിവസമെല്ലാം ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു വിഭവമാണ് ഈ പറയുന്ന പാനിയൂച്ച. അതാണ് ഇവിടെ ദാറ്റ് ഈസ് സെർവ് ടു ബറാട്ടീസ് ഡ്യൂറിങ് വെഡിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ബോത്ത് ഡെലീഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ്. ചെക്കൻ ഗ്രൂമിൻ്റെ സൈഡിലുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വിഭവമാണ് എന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് ഉഴുന്ന്, അതിനെ കഴുകി 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച്, 2 ക്ലോവ്സ് നമുക്കറിയാം. അതുപോലെ തന്നെ എലാച്ചി എന്ന് പറയുന്നത് നമ്മുടെ എലാച്ചി ടീ ഒക്കെ ഇല്ലേ, ഓക്കെ, നമ്മുടെ ഒരു സ്പൈസസ് ആണ്. എലാച്ചി ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, എലാച്ചി വേണം, ചോട്ടി എലാച്ചിയും വേണം, ബഡി എലാച്ചി വലുതും ചെറുതും വേണം. പിന്നെ പെപ്പർ 3 to 5 ബ്ലാക്ക് പെപ്പർ കോൺസ്. പിന്നെ ദാൽച്ചീനി വേണം. എന്താണ് ദാൽച്ചീനി? സിനമൺ ആണ് കേട്ടോ, സിനമൺ. പട്ട, ഗ്രാമ്പൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇനി അടുത്തത് തേജ് പാട്ട, അതാണ് പട്ട എന്ന് നമ്മൾ പറയുന്നത്. ബേ ലീഫ് ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ധാനിയ പൗഡർ എന്ന് വെച്ചാൽ കൊറിയാൻഡർ പൗഡർ. അതോടൊപ്പം കുറച്ച് ഒരു ഇഞ്ച് പീസ് ജിഞ്ചറും വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെത്തേഡ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഉഴുന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ച ഉഴുന്ന് അരച്ച് ഒരു ഫൈൻ പേസ്റ്റ് ആക്കുക. ഉപ്പും ഈ ജിഞ്ചറും ഒക്കെ ഇട്ടിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി പൊതിഞ്ഞ് വെക്കുക. എന്നിട്ടൊരു വലിയ ലാർജ് പാൻ എടുത്ത് 2 ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ച് അതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ കെട്ടിവെച്ച തുണി നമ്മുടെ ഈ ഉറാദ് ഡാൽ എന്ന് പറയുന്നുണ്ട്, അത് ഉഴുന്നിൻ്റെ പേസ്റ്റ് നമ്മൾ കെട്ടിവെച്ച ആ തുണി നമ്മൾ ആ വെള്ളത്തേക്ക് ഇട്ട് വെക്കുക. എന്നിട്ടത് ബോയിൽ ഇങ്ങനെ ആവുമ്പോൾ ഈ നമ്മൾ കെട്ടിവെച്ച ഈ പൊതി ഇങ്ങനെ മേലോട്ട് പൊന്തി വന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അത് തൊടുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും അത്രേ. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക, ആ വെള്ളത്തിൽ തന്നെ തുണി കെട്ടി വെച്ചത് അവിടെ തന്നെ വയ്ക്കുക. എന്നതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് സ്പൂൺ ഓഫ് വാട്ടർ അതിൽ നിന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് റെഡ് ചില്ലി പൗഡർ, ഹൽദി പൗഡർ, കൊറിയാൻഡർ പൗഡർ, കുറച്ച് ഗരം മസാലയും എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക. എന്നിട്ട് ഒരു ഹോട്ട് പാൻ എടുക്കുക, അതിലേക്കൊരു 2-3 ടീസ്പൂൺ മസ്റ്റാർഡ് ഓയിൽ എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് നെയ്യും എടുക്കാം. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പൈസസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യുക. ഈ ഏലാച്ചി, ബ്ലാക്ക് പെപ്പർ, ദാൽച്ചീനി, പട്ട ഇതെല്ലാം ആഡ് ചെയ്ത് അതിനെ അതൊന്ന് ഇതായി വരണ വരെ പാകം ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ
ഈ മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒക്കെ വെള്ളം എടുത്തതിന് ശേഷം ഈ നമ്മൾ ആ ബോയിൽ ചെയ്ത വാട്ടർ എടുത്തതിന് ശേഷം നമ്മളത് നമ്മുടെ ഈ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ തുണിയിൽ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബോള് എടുത്ത് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സ്മോൾ ബർഫി ഷേപ്ഡ് പീസസ് പോലെ കട്ട് ചെയ്തിട്ട് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇടാൻ പറയുക. എന്നിട്ട് ഇതിങ്ങനെ റെഡിയായി വരുമ്പോൾ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കതിനെ കിട്ടും. അപ്പോൾ അത് ലൈക്ക് നമ്മുടെ വേറൊരു സബ്സീസൊക്കെ പോലെ ഇങ്ങനെ വരും. സോ അത് നമുക്ക് നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പാനിയോജയുടെ റെസിപ്പി. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിലൊന്നുമല്ല അമിഷ് ത്രിപതി കഥ എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. പാചക രീതിയെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.